ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾ ന്യൂ ഹീറോ മാവറിക് 440. അപ്പോൾ ഇതാണ് ഹീറോ ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ച അവരുടെ 400cc കാറ്റഗറിയിൽ വരുന്ന മാവറിക് 440 എന്ന് പറയുന്നത്. മാവറിക് 440 എന്ന് പറയുമ്പോൾ 440 എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഹാർലി X440 ആണ്. ആ ഹാർലി X440യുടെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന സെയിം എൻജിനിൽ വരുന്ന ഒരു ഹീറോയുടെ ബൈക്കാണ് നമ്മുടെ മാവറിക് 440 എന്ന് പറയുന്നത്. ഏകദേശം 440 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള ഒരു വലിയ എൻജിനാണ് ഈ ഒരു കുഞ്ഞൻ ബൈക്കിൽ വെച്ചിരിക്കുന്നത്. കുഞ്ഞൻ ബൈക്ക് എന്ന് പറയുന്നെങ്കിലും ഇതിന് നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. 187 kilograms ആണ് ഇതിൻ്റെ ഭാരം വരുന്നത്. ടോപ്പ് മോഡലിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ടോപ്പ് മോഡലാണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ്, അതായത് റിം വരുന്ന വേരിയൻറ്റിന് 191 kilograms വെയിറ്റ് വരുന്നുണ്ട്. അതായത് ഹാർലി ഡേവിഡ്സനെക്കാട്ടി ഏകദേശം 2-3 kilogram മാത്രമേ കുറവ് വന്നിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു 440cc എൻജിന് ആവശ്യത്തിനുള്ള വെയിറ്റ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ബൈക്ക് മാർക്കറ്റ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? എല്ലാവർക്കും അവരുടേതായ 400cc കാറ്റഗറിയിൽ ബൈക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഡോമിനാസിലും നമ്മുടെ KTMസിലൊക്കെയാണ് നമ്മൾ 400cc കാറ്റഗറീസ് കണ്ടുള്ളത്. പിന്നെ റോയൽ എൻഫീൽഡ്സ് ഓഫ് കോഴ്സ്, പിന്നെ നമ്മുടെ ഇമ്പീരിയൽ ബെനലിയുടെ ഇമ്പീരിയൽ 400. ഇപ്പോൾ പിന്നെ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ വരെ 400cc കാറ്റഗറിയിൽ ബൈക്സ് കൊണ്ടുവന്നു. അതുപോലെ നമ്മുടെ ട്രയംഫ് സ്ക്രാംബ്ലറും സ്പീഡ് 400 ഒക്കെ ആയിട്ട് 400cc ബൈക്സ് ധാരാളം ഇന്ത്യൻ മാർക്കറ്റിൽ 400cc ബൈക്സ് ഉണ്ട്. അപ്പോൾ ഹീറോയുടെ കയ്യിൽ നിന്ന് എന്താ ഒരു 400cc ആയാലെന്താ? അങ്ങനെയാണ് ഹീറോ 440 എന്ന പേരിൽ പുതിയ 400cc കാറ്റഗറി ബൈക്ക് അവർ അവതരിപ്പിച്ചത്. എന്തായാലും ഈ ഒരു കാറ്റഗറി നോക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ ധാരാളം ബൈക്സ് ഇറങ്ങുന്നത്. കാരണം പണ്ട് 200cc കാറ്റഗറി ആയിരുന്നു കോമൺ. ഇപ്പോൾ 400cc എന്നുള്ള ഒരു ആ ബൈക്കിംഗ് കൾച്ചർ മാറിക്കൊണ്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മാവറിക് 440യിലേക്ക് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക റോഡ്സ്റ്റർ ഫീൽ ഉള്ള ഒരു ബൈക്കാണ്. നമുക്ക് സിറ്റി ബൈക്കോട്ട് അല്ലെങ്കിൽ ചെറിയ ലോങ് ട്രിപ്സിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലൊരു ഡിസൈനാണ് നമ്മുടെ മാവറിക് 440യിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ഹെഡ്ലൈറ്റ്, നല്ലൊരു ഹെഡ്ലൈറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. LED ആണ്, ഫുൾ LED ആണ്. ഇതിൽ അല്ലാത്ത ഹാലജൻസ് ഒന്നും വന്നിട്ടില്ല. LED ഹെഡ് ലാമ്പ്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം LED ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹസ്ക്വർണയുടെ ആ ഒരു വൈബൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെയും 400cc കാറ്റഗറീസ് വാട്ട്പിലിൻ്റെ വീട്ട്പിലിൻ്റെ ഒക്കെ 400cc വരുന്നു. അപ്പോൾ ആ ഒരു ഫീലൊക്കെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു കാറ്റഗറി ബൈക്സ് ആകുമ്പോൾ എന്തായാലും തോന്നുമല്ലോ. പിന്നെ ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ മെറ്റൽ പാർട്സ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ അലൂമിനിയം ഫിനിഷിങ്സും മെറ്റൽ പാർട്സും ഒക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ബൈക്കിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വണ്ടിക്ക് നല്ല വെയിറ്റ് ഉള്ളത്. ആകെ 1-2 പാർട്ട്, അതായത് അതുകൊണ്ട് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കവറിങ്സ് വരുന്ന ഈ ഒരു ഭാഗവും അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള ഈ ഫെൻഡേഴ്സാണ് വന്നിരിക്കുന്നത്. ആ ഫെൻഡേഴ്സിൻ്റെ ബാക്കിലത്തെ ഈ ഒരു ഭാഗമൊക്കെയാണ് മെറ്റൽ അല്ല എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാ ഭാഗവും ഇതിൻ്റെ മെറ്റൽ പീസസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വെയിറ്റും ഉണ്ട് വണ്ടിക്ക്. ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ ആ ഒരു അത്രയും പവറുള്ള വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടെങ്കിലേ ഗ്രൗണ്ടഡായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുമ്പേ നമ്മൾ പറഞ്ഞാൽ ഇത്രയും വലിയ എഞ്ചിനുള്ള ബൈക്ക് ആ സ്ഥിതിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. ആ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മെറ്റൽ പീസാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡിസൈൻ്റെ ഭാഗത്ത് പറയുമ്പോൾ ഫ്രണ്ടിൽ കണ്ടോ മഡ് ഫ്ലാപ്സ് ഒക്കെ പക്ക മെറ്റൽ ഫിനിഷസ് ആണ് വന്നിരിക്കുന്നത്. നല്ല ബോഡി ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെലിസ്കോപ്പിക് 43mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. USD ഫോക്സ് ഒന്നും അല്ല വന്നിരിക്കുന്നത്. ഇപ്പം സ്പോർട്സ് ഓറിയൻറ്റഡ് ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്ക് അല്ലാത്ത സ്ഥിതിക്ക് ടെലിസ്കോപ്പിക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്യാവശ്യം നല്ല സസ്പെൻഷൻ ഫീഡ്ബാക്ക് ഉണ്ടെന്നാണ് റിയറിലേക്ക് നമുക്ക് വരുമ്പോൾ ബാക്കി പറയാം. പിന്നെ ഫ്രണ്ടിൽ പറയാനുള്ളത് 110 ആണ് ടയർ സൈസ് വന്നിരിക്കുന്നത്. 330mm ആണ് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഈ ഒരു കാറ്റഗറിയിലെ ഏറ്റവും വലിയ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസാണ് ആ ഒരു സൈസ് എന്ന് പറയുന്നത്. പിന്നീട് അലോയ്സ് നോക്കിയാൽ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡയമണ്ട് കട്ട് വന്നിരിക്കുന്നത് ടോപ്പ് വേരിയൻറ്റ് മാത്രമാണ്. 3 വേരിയൻസ് ആണ്, ബേസ്, മിഡ്, ടോപ്പും ഉണ്ട്. മിഡിന് നോർമൽ അലോയ്സ് വന്നിരിക്കുന്നു, ബേസിൽ റിമ്മാണ് വന്നിരിക്കുന്നത്. അപ്പം ടോപ്പ് വേരിയൻ്റ് ആണ് നമ്മളിരിക്കുന്നത്, നമ്മൾ പറഞ്ഞു അതാണ് വന്നിരിക്കുന്നത്. പിന്നീട് ബ്രേക്സ് നോക്കിയാലും നമ്മുടെ ഡ്യുവൽ ചാനൽ ABS ബ്രേക്സ് വന്നിരിക്കുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ ഷോർട്ട് ഫെൻഡേഴ്സ് വന്നിരിക്കുന്നു. അതിനോട് ചേർന്ന് ഒരു വലിയ പെട്രോൾ ടാങ്ക് വന്നിരിക്കുന്നത്. ഫ്യൂവൽ ടാങ്ക് ഏകദേശം 13.5 liters ഓഫ് കപ്പാസിറ്റിയാണ് ഫ്യൂവൽ ടാങ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നല്ല വലിയൊരു ടാങ്ക് സൈസാണ്. അത് വണ്ടിക്ക് ലുക്ക് അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. അതായത് ചില ആംഗിൾസിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഡിസൈൻ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടും ആ ഒരു ടാങ്ക് സൈസ് കാരണം. വേറെ വണ്ടികളൊക്കെ ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം ടാങ്ക് മാത്രം നോക്കി കഴിഞ്ഞാൽ, എങ്കിലും ടാങ്ക് സൈസ് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. അതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ പറയാനായിട്ടുള്ളത്.
ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വീൽ ബേസ് 1388 ആണ് ഇതിൻ്റെ വീൽ ബേസ് വന്നിരിക്കുന്നത്. അതായത് ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ തൊട്ട് റിയർ വീലിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വീൽ ബേസ് എന്ന് പറയുന്നത്, അറിയാമല്ലോ. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അതായത് 175 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റ് ബൈക്സ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കുന്നത് മാവറിക് 440 ആണ്. സീറ്റ് ഹൈറ്റ് 803 ആണ് സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ഫീറ്റാണ്. അപ്പം ആ ഒരു ഹൈറ്റ് ഉള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഫ്ലാറ്റ് ഫുട്ട് ആയിരിക്കും ഒബ്വിയസ്ലി. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വലിയ മോശമല്ല. അതുകൊണ്ട് കുറച്ച് ടോളായിട്ടുള്ളവർക്കും ഇത് ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് സൈഡ് പ്രൊഫൈലിൽ പറയാനുള്ളത്. പിന്നീട് ഷാസിയുടെ കാര്യം. ഷാസി എന്ന് പറയുന്നത് നമ്മുടെ ഹാർലി X440 സെയിം ഷാസി, സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ബൈക്കാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഷാസിയുടെ കാര്യത്തിലും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആ ഒരു റൈഡിങ് ഡൈനാമിക്സും ഏകദേശം അതുപോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെയിറ്റിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 187 കിലോഗ്രാംസ് ആണെന്നുള്ളത്. പക്ഷേ അത് വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിക്കൊണ്ട് പോകുമ്പോഴോ അല്ലാതെ നോർമൽ വണ്ടി ഒന്ന് എടുത്ത് മാറ്റാൻ നോക്കുമ്പോഴോ ഒന്നും അത് ഫീൽ ചെയ്യില്ല. അത് എന്ത് മാജിക്കാണ് എന്നറിയില്ല, എങ്കിലും നല്ല രീതിയിൽ അതിൻ്റെ എഞ്ചിനീയറിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ വെയിറ്റ് ഫീൽ ചെയ്യാത്തത്. അതായത് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട് താനും. നമുക്ക് അല്ലാതെ ഇടയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. പാർക്കിങ്ങിൽ നിന്നൊക്കെ എടുക്കാനോ അല്ലാതെ വണ്ടി ഒന്ന് തിരിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. കാരണം നല്ല സിമ്പിളാണ്. പിന്നീട് നമ്മുടെ മാവറിക് 440 വന്നിരിക്കുന്ന ട്രെല്ലിസ് ഫ്രെയിമാണ്. അതായത് നമ്മുടെ പെരിമീറ്റർ ഫ്രെയിമുമായിട്ട് ആ ഒരു സെയിം കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഫ്രെയിമിംഗ് ഡിസൈനാണ് ട്രെല്ലിസ് ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റിയറിംഗ് ഹെഡ് സ്വിംഗ് ആമുമായിട്ട് പറ്റുന്നത്ര രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ് നമ്മുടെ ട്രെല്ലിസ് ഫ്രെയിമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫ്രെയിമാണ് ഈ ബൈക്കിന് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് സൈഡ് പ്രൊഫൈലിൽ എഞ്ചിനൂടെ കാണാൻ സാധിക്കും. അതിൻ്റെ സ്പെക്കേഡ് പറയാണ് ഒരു 440cc 27 bhp പവറും 36 Nm ഓഫ് ടോർക്കും വരുന്ന ഒരു ഓയിൽ ആൻഡ് എയർ കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ മാവറിക് 440 വന്നിരിക്കുന്നത്. 27 bhp at 6000 rpm ആണ്. അതുപോലെ ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 36 Nm ഓഫ് ടോർക്ക് അറ്റ് 4000 rpm. അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് 2000 rpm തന്നെ ഏകദേശം 90% ടോർക്കും നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് റൈഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ആ ഒരു 90% ടോർക്കും ആ ഒരു ലോ rpm തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും പവറിൻ്റെ കാര്യത്തിൽ വലിയ മോശമല്ല എന്ന് തോന്നുന്നു. പിന്നെ 0 to 100 ഒക്കെ ഒരു 8 to 9 സെക്കൻഡ്സിൽ നടക്കുന്നതായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് റൈഡോടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. റൈഡ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത് ഇതിൻ്റെ ഹാൻഡിലിനെ പറ്റിയാണ്. ഭയങ്കര വൈഡർ ആയിട്ടുള്ളൊരു ഹാൻഡിലാണ്. നല്ല വൈഡാണ് ഹാൻഡിലിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് റൈഡിങ്ങിൽ നമുക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമ്മുടെ മാവറിക് 440 വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. 2 valve എഞ്ചിൻസ് ആണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എക്സോസ് നോട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഏതായാലും ഒരു ഹൈ റവ് എഞ്ചിനല്ല ഇതിന് വന്നിരിക്കുന്നത്. ഹൈ റവിങ് എഞ്ചിൻ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഉണ്ടാവില്ല. ആ ഒരു കാര്യമാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ചോദിക്കാം. അതുമാത്രമല്ല എയർ ആൻഡ് ഓയിൽ കൂൾഡാണ് വണ്ടി. ഓയിൽ കൂൾഡ് എന്ന് പറയുമെങ്കിലും എയർ വഴിയും കൂളാകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടും ഹീറ്റിങ്ങിൻ്റെ ഹീറ്റിംഗ് ഒന്നും വരാനായിട്ട് സാധ്യതയില്ല. പിന്നീട് നമ്മുടെ ഫ്യൂവലിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം E20 ഫ്യൂവൽ നമുക്കിതിൽ ഒഴിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു ഓപ്ഷൻ ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ മൈലേജിനെ പറ്റി പറയുമ്പോൾ ഒരു 35 പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയൊക്കെ പറയുമെങ്കിലും കുഴപ്പമില്ല. ഒരു 400cc എന്ന് പറയുമ്പം അത്രയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മൈലേജ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റിയർ ഡിസൈൻ ആദ്യമേ നമ്മൾ നോട്ട് ചെയ്യുന്ന 2 പോരായ്മകളായിട്ട് തോന്നുന്ന കാര്യമാണ്. ഒന്ന് എക്സോസിൻ്റെ ആ ഒരു ഡിസൈൻ പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും എക്സോസ് നോട്ട് മോശമല്ലാത്തത് കൊണ്ട് ഓക്കെ എന്ന് പറയാം. പിന്നെ നമ്മുടെ റിയർ സസ്പെൻഷൻസും മോണോ ഷോക്ക് അല്ല വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോണോ ഷോക്ക് അല്ലാത്ത സ്ഥിതിക്ക് മെയിൻ്റെനൻസ് കുറവായിരിക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ടും കുറച്ച് കുറഞ്ഞിരിക്കും. പിന്നീട് കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിരിക്കും. മോണോ ഷോക്ക് അല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ബാഡ് റോഡ്സിലെ പെർഫോമൻസും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടെ ഡ്യൂറബിളൂടെ ആയിരിക്കും. മെയിൻ്റെനൻസും കുറഞ്ഞിരിക്കും. അങ്ങനെയുള്ള ഗുണവും ഈ ഒരു സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നീട് റിയർ ടയറിൻ്റെ സൈസ് നമ്മൾ പറയുന്നത് 150 mm ആണ് റിയർ സൈസ് വന്നിരിക്കുന്നത്. ഇതൊരു 17 ഇഞ്ച് വീലാണ് റിയറിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക് ബ്രേക്സിൻ്റെയും ബാക്കിൽ 240 mm ഡിസ്ക് ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞത് 320 mm വന്നിരിക്കുന്നത്. അത് നല്ലൊരു ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് തന്നെയാണ്. ഓക്കെ, അത് വന്നിരിക്കുന്നു. പിന്നീട് റിയർ ടെയിൽ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടിലെ പോലെ തന്നെ വന്നിരിക്കുന്നു. റിയർ ടെയിൽ
ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതുപോലെ ഹഗ്ഗേഴ്സ് ഒന്നും അല്ല വന്നിരിക്കുന്നത്, നോർമൽ മഡ് ഫ്ലാപ്സ് തന്നെ വന്നിരിക്കുന്നു. പിന്നീട് ലെഫ്റ്റ് സൈഡിലായിട്ട് സാരി ഗാർഡ്സും ഒക്കെ വന്നിരിക്കുന്നു. അങ്ങനെയാണ് റിയർ ഡിസൈന് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്വിച്ചസിനെ പറ്റിയാണ്. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നു. അവിടെയാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും നമ്മുടെ ഇഗ്നിഷൻ ബട്ടണും വന്നിരിക്കുന്നത്. അതുപോലെ ഹസാഡിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നു, ഡ്യുവൽ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യാനായിട്ട്. പിന്നീട് ഒരു SOSൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നു. SOSൻ്റെ സ്വിച്ച് എമർജൻസി സിറ്റുവേഷൻസിൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 നമ്പേഴ്സിലോട്ട് ലൊക്കേഷൻ സഹിതം പോവുകയും പിന്നീട് അതുപോലെ റോഡ് സൈഡ് അസിസ്റ്റൻസ് അതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വർക്ക് ആവുകയും ചെയ്യുന്നതായിരിക്കും. അതാണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോർമൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് സെൻട്രൽ പ്രസ് ചെയ്താൽ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് വളരെ നന്നായി. പിന്നീട് ഹോണിൻ്റെ സ്വിച്ച്, ഹോൺ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. പിന്നീട് പാസ് സ്വിച്ചസുമാണ് ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്നത്. ഇത്രയും ഏരിയ വേക്കൻ്റ് ആയിട്ടിരിക്കുന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ വെക്കായിരുന്നു, സുഖമായിട്ടൊരു നാവിഗേഷൻ കൺട്രോൾസ് ഒക്കെ എന്തായാലും വെക്കായിരുന്നു. അതിൻ്റെയൊക്കെ കൺട്രോൾസ് കൊടുത്തിരുന്നെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നേനെ. പിന്നീട് സ്ലിപ്പ് അസിസ്റ്റ് ക്ലച്ചസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അതുപോലെ സെൻറ്ററിൽ USB Type A ചാർജിങ് പോർട്ട്സും വന്നിരിക്കുന്നു. Type C അല്ല, Type A ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെന്നാണ് നമ്മളോട് ഷോറൂമിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. മൾട്ടി ഇൻഫോർമേഷനിൽ ആണ്. എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് എങ്കിലും നമുക്ക് പകൽ വിസിബിലിറ്റിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ വെയിലത്തൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്തു, ഒരു വിസിബിലിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ക്ലാരിറ്റിയാണ്. നല്ല സ്പീഡിൽ പോകുമ്പോഴും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അതുകൊണ്ടൊക്കെ തന്നെ അതിൽ ധാരാളം ഫീച്ചേഴ്സ് വന്നിരിക്കുന്നു. നാവിഗേഷൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ടേൺ ടു ടേൺ നാവിഗേഷൻസ് എല്ലാം നമുക്ക് കാണാം. മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ നാവിഗേഷൻസ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല, കാരണം വണ്ടി വാങ്ങിച്ചിട്ട് ആ വണ്ടിയുടെ ആളുടെ രജിസ്റ്റർ ചെയ്യുന്ന യൂസർക്ക് മാത്രമാണ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഹീറോ 2.0യുടെ 35+ ഫീച്ചേഴ്സും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതിനകത്ത് ആൻറ്റി ടെഫ്റ്റ്, വെഹിക്കിൾ അലേർട്ട്, ഓവർ സ്പീഡ് അലേർട്ട്, അതുപോലെ ജിയോ ഫെൻസിങ്, ഇങ്ങനെ ധാരാളം GPS ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഹീറോ 2.0യുടെ ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഫുൾ LED ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നീട് ഇതിൻ്റെ സർവീസ് സംബന്ധിച്ച കാര്യങ്ങളാണ്. ആ കാര്യങ്ങളായിരിക്കും ആളുകൾ കുറച്ചുകൂടെ കൺസേൺ ആയിട്ടിരിക്കുന്നത്. ഒരു 500 to 750 ഒരു ഫസ്റ്റ് ചെക്കപ്പ് ഉണ്ട് ഇൻ 60 days. അതിനുശേഷം 5000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 6 മാസത്തിൽ ആണ് അടുത്ത സർവീസ് വരുന്നത്. പിന്നീട് 10,000 കിലോമീറ്റർ ഓർ 1 ഇയറിലാണ് അടുത്ത സർവീസ് വരുന്നത്. അതിനുശേഷം, അതായത് ആദ്യത്തെ 3 സർവീസിന് ശേഷമുള്ള സർവീസസ് എല്ലാം 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററാണ് സർവീസ് ഇൻ്റർവെൽസ് വന്നിരിക്കുന്നത്. പിന്നീട് 5 കളർ ഓപ്ഷൻസ് ആണ് നമ്മുടെ മാവറിക് 440ക്ക് വന്നിരിക്കുന്നത്. അതുപോലെ വാറണ്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല, 5 വർഷമാണ് ഇതിന് വാറണ്ടി വന്നിരിക്കുന്നത്. ഹീറോയുടെ പല ബൈക്സിനും നമ്മൾ കണ്ടിട്ടുണ്ട്. 5 വർഷം വാറണ്ടി എന്ന് പറയുന്നത് എല്ലാ പാർട്സും മാറും. ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഈ 5 ഇയർ വാറണ്ടിയിലുണ്ട്. ഈ ഒരു കാറ്റഗറിയിലുള്ള പല ബൈക്സിനും ഇല്ലാത്തൊരു കാര്യമാണ് 5 വർഷം വാറണ്ടി. പലരും 3 വർഷമാണ് വാറണ്ടീസ് കൊടുക്കാറ്. ഇവർ 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മാവറിക് 440യുടെ ഒരു റിവ്യൂവിൽ പറയാനുള്ളത്. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഒരു ഷോർട്ട് റൈഡ് ആയിരിക്കും, ചെറിയൊരു എക്സ്പീരിയൻസ് നോക്കിയിട്ട് നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. സോ നമ്മളിപ്പം മാവറിക് 440 ഒരു റൈഡ് എക്സ്പീരിയൻസിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കയറിയിരിക്കുമ്പോഴേ അതിൻ്റെ ഒരു വൈഡൻ ഹാൻഡിൽസ് ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യും. കാരണം ആ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ആ ഹാൻഡിൽസ് നല്ല വൈഡ് ഹാൻഡിൽ ബാർസ് ആയതുകൊണ്ട് അത് നല്ല ഒരു റൈഡിങ് സ്റ്റൈൽ ഓഫർ ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ല പൊരിങ്ങിയ വെയിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പൊരി വെയിലത്തും ആ ഡിസ്പ്ലേ നല്ല വിസിബിലിറ്റിയാണ്. ആ ഒരു LED ഡിസ്പ്ലേയിൽ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. പിന്നെ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര റിഫൈൻഡ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഹാർലി ഓടിക്കുന്ന അതേ ഫീൽ തന്നെ. ഇപ്പം മീൻസ് ട്രയംഫിൻ്റെ മോട്ടോർ സൈക്കിൾസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യും. കുറച്ചുകൂടെ ആ ഒരു റിഫൈൻമെൻറ്റ് ഇത്രയും ഫീൽ ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യും. പിന്നെ കണ്ടോ, നല്ല ടോർക്കി എഞ്ചിനാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2000 ഏകദേശം 90% ടോർക്ക് നമുക്ക് 2000 RPM തന്നെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. 4000 RPM ഇതിൻ്റെ മാക്സിമം ടോർക്ക് ഗെയിൻ ചെയ്യുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. ഇപ്പം നമ്മൾ 3rd ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുള്ള ഒരു സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് ഒരു 3rd ഗിയറൊക്കെ ഇട്ട് കളിക്കാൻ പറ്റും.
അത്യാവശ്യം ലോങ് ഗിയേഴ്സാണ് ഇതിന് വന്നിരിക്കുന്നത്. കണ്ടോ, 3rd ഗിയറിലാണ്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ 20-25 റേഞ്ചിൽ പിടിച്ചിട്ടും അങ്ങനെ എൻജിൻ അടുപ്പോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിലും താഴെ പോവുകയാണെങ്കിൽ സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. നമുക്ക് ഫസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല, സെക്കൻഡിൽ തന്നെ നമുക്ക് നിർത്താം. കണ്ടോ, ഏകദേശം ഇത്രയും സ്ലോ ആയിട്ടും നമ്മൾ സെക്കൻഡിൽ തന്നെ സുഖമായിട്ട് എടുക്കാനായിട്ട് പറ്റും. നല്ല RPM നല്ല രീതിയിൽ കയറുമ്പോൾ ആ ഒരു അഗ്രസീവ്നെസ് ചെറിയ രീതിയിൽ ഫീൽ ആവുന്നുണ്ട് കേട്ടോ, അതിൻ്റെ എൻജിൻ സൗണ്ടും. ആ ഒരു കോർണറിങ് സ്റ്റെബിലിറ്റി എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഫീൽ ചെയ്തു. കോർണറിങ് ABSO ട്രാക്ഷൻ കൺട്രോൾസോ അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഒന്നും ഇതിൽ വേറെ വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞത് ആ കോർണറിങ്, ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു കോൺഫിഡൻസ് ആണ്. അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ബൈക്ക് എന്ന നിലയ്ക്ക് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. അപ്പം നല്ലൊരു സ്റ്റെബിലിറ്റി, ആ ഒരു കോർണറിങ്ങിൽ നല്ലൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. വാവ്, 0 to 100 നോക്കാം. Zero to 100 ഒന്നും നോക്കാൻ പറ്റിയ റോഡ് നമുക്കില്ല. എൻ്റെ പൊന്ന്, ആ ആക്റ്റീവ പോയ പോക്ക് കണ്ടോ. ഈ 440 ആക്റ്റീവ 550 ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് എന്തായാലും കൊള്ളാം. നല്ലതായിട്ട് റോഡ് നോക്കി ഓടിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണോ 5th ഗിയറിലാണ് നമ്മളിപ്പോൾ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൂസിങ് ആ ഒരു 70 to 90യിൽ ക്രൂസ് ചെയ്യാൻ ബെറ്റർ ആണ് എന്നെനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, അത്യാവശ്യം ലോ ആൻഡ് ടോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഗിയറിൽ താഴ്ത്തി കൊണ്ടുവരാം. കണ്ടോ, 5th ഗിയർ മാത്രം യൂസ് ചെയ്താൽ മതി അത്യാവശ്യം ഇങ്ങനെയുള്ളൊരു സ്ട്രെച്ചിൽ. നല്ല ലോങ് ഡ്രൈവ്സ് പോകുമ്പോൾ മാത്രമാണ് 6th ഗിയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇത് ഹാർലിയെക്കാട്ടിൽ ജസ്റ്റ് 1 Nm ടോർക്ക് എന്തോയാണ് കുറവ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു കുറവിനെ അവർ വണ്ടിയുടെ വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്യും. പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു ഫാക്ടേഴ്സ് വെച്ച് അവർ കുറവായിട്ടൊന്നും വരണമെന്നില്ല. ഈ ഒരു കോക്പിറ്റ് വ്യൂവിൽ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അഭാവം, അതൊരു അഭാവം തന്നെയാണ്. ഇത്രയും ഒരു ഏരിയ, അവിടെ എന്തോ വലിയ സംഭവം ഉണ്ട് എന്ന് വിചാരിച്ച് നോക്കും, പക്ഷേ ഒന്നുമില്ല. ഭയങ്കര വേക്കൻറ്റ് സ്പേസ് ആണ് അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമുക്ക് ബൈക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട BH ഹീറോ ആണ്. അതായത് കേരളത്തിലെ 2.0 ഹീറോ ഷോറൂംസിലെ ഒരു ഷോറൂമാണ് പത്തനംതിട്ട BH ഹീറോ ഷോറൂം. താങ്ക് യു സോ മച്ച് ഫോർ പ്രൊവൈഡിങ് ദിസ് ബൈക്ക്. ബ്രേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ബ്രേക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെ ആ ഒരു 320 mm ഡിസ്ക് ബ്രേക്സ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഡിസ്ക് ബ്രേക്ക് സൈസാണ്. വാവ്, അടിപൊളി ബ്രേക്കിംഗ് ആണ് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ബ്രേക്കിങ്ങിൻ്റെ കാര്യം. സസ്പെൻഷൻ നമുക്കൊന്ന് ട്രൈ നോക്കാം. ചെറിയ റോഡ്സാണ്. ഓ വാവ്, ആ ഒരു ബാഡ് റോഡ് നോക്കി നമ്മൾ കയറിയതാണ്. അവിടുത്തെ സസ്പെൻഷൻ്റെ ഒരു പെർഫോമൻസ് നോക്കാൻ വേണ്ടിയിട്ട്. സൂപ്പർ, അടിപൊളി കിടിലൻ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ആ ഒരു ബാഡ് റോഡ്സിൽ കയറിയപ്പോൾ നമുക്ക് ഇന്നിച്ച് നിന്നൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺട്രോളും കിട്ടുന്നുണ്ട്. ആ സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് സസ്പെൻഷൻ്റെ കാര്യത്തിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. റിയറിൽ മോണോഷോക്ക് അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിളാണ്, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഫോർഡബിളും ആയിരിക്കും. അങ്ങനെ ഗുണങ്ങളാണ് റിയറിൽ മോണോഷോക്ക് വരാതിരുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയത്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ഓടിക്കാൻ, ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്കല്ല. നമ്മുടെ സിറ്റി കമ്മ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഹൈവേ യൂസിനോ ഒക്കെ പറ്റിയ ബൈക്കാണ്. അപ്പം ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ ക്രൂസ് ചെയ്യാൻ കുറച്ച് ബെറ്ററായിട്ട് തോന്നി. അതിൻ്റെ ഒരു എൻജിൻ റിഫൈൻമെൻറ്റും ആ ഒരു വൈബ്രേഷനൊന്നും ഇല്ല, അറിയാനില്ല. പിന്നീട് നല്ല കൈ കൊടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള പെർഫോമൻസും കിട്ടും. വലിയൊരു പെർഫോമൻസ് ആണ് നല്ല പറയുന്നത്. കോർണറിങ് ഒക്കെ അത്യാവശ്യം കോൺഫിഡൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിംഗ്, നല്ല ബ്രേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.99 lakhs-നാണ്. അതിന് ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസാണ് നമ്മൾ പറഞ്ഞത്. ടോപ്പ് വേരിയൻറ്റിന് 2.24 lakhs ആണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ബേസ് വേരിയൻറ്റ് ഏകദേശം 2.5 lakhs-ന് ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ പറ്റും. ടോപ്പ് വേരിയൻറ്റ്
നിയർ ടു 3 lakhs നമുക്ക് കിടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഹീറോ മാവറിക് 440 പറ്റി പറയാനുള്ളത്. അതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ വരുന്നുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു ബൈക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. BH ഹീറോയിൽ പത്തനംതിട്ട ചെന്നാൽ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസും ബുക്കിംഗ്സും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ബൈക്ക് റിവ്യൂസും ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസും പല വണ്ടികളുടെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.